നമുക്ക് 99 സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. 99 സങ്കീർത്തനം. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു. നീ യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ പാദപീഠത്തിൽ നമസ്കരിപ്പീൻ. അവൻ പരിശുദ്ധനാകുന്നു. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും. ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്ക് ഉത്തരമരളി. മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവയെ, നീ അവർക്ക് ഉത്തരമരളി. നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനുമായിരുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് കർത്താവ് നൽകി തന്ന ആരാധനയ്ക്കും വിശേഷാൽ നൽകി തന്ന സങ്കീർത്തനത്തിനും കൂട്ടായ്മയ്ക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ ആരാധന സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവിക വിടുതൽ, ദൈവമേ, ദൈവാരാധനയിൽ സംബന്ധിച്ച പ്രാഗൽഭ്യവും നന്മയും അനുഗ്രഹവും കർത്താവ് കൽപ്പിച്ചു കൊടുക്കുമാറാകണം. ഞങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങൾക്ക് വേണ്ട ആത്മീയവും ബോധ്യമുള്ള നന്മ കർത്താവിന്റെ പക്കലുണ്ട്, അത് ഞങ്ങൾക്ക് നൽകി തരുമാറാകണം. ഒന്ന് മഹത്വം കൊടുക്കുവാനാകട്ടെ. കാത്തുകൊള്ളണമേ, ആദ്യമുള്ളതും പരിശുദ്ധാത്മ നിയന്ത്രിച്ചോളണം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക താൻ ശുദ്ധ നാമത്തെ പേർത്തും, വാഴ്ത്തുക തൻ ശുദ്ധ നാമത്തെ പേർത്തും, പാർത്ഥിവൻ തൻ വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. കാരുണ്യം താതനെന്നും, കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യവാനവനു, ഭക്തരിൽ വാത്സല്യവാനവനു, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദയയാൽ, കർത്താവിന്റെ കൃപയാൽ നമുക്കിന്ന് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായിട്ട് കൂടി വരുവാൻ കർത്താവ് നമുക്ക് സഹായം നൽകിയല്ലോ. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസമാണ്. ആരാധനയ്ക്ക് വേണ്ടി നാം കർത്താവിന്റെ സന്നിധിയിൽ നീക്കി വയ്ക്കേണ്ടുന്ന ഒരു ദിവസമാണ്. ഇന്ന് നമുക്ക് വേണ്ട ആരാധനയും ആരാധനയിൽ കൂടിയുള്ള വിടുതലും
പൂർണ്ണമായി പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ പ്രാണന് പൂർണ്ണ സമാധാനം ആയിത്തീരുവാനുള്ള ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എത്രയേറെ അധ്വാനിച്ചിട്ടും കൂലി മേടിക്കുന്ന സമയം അവൻ ഇല്ലാതെ പോയാൽ അതുകൊണ്ട് അവൻ അധ്വാനിച്ചതിനൊന്നിനും പ്രയോജനമില്ല. ഒരു മനുഷ്യനൊരു തൻ്റെ ചിത്രം എടുക്കാനായിട്ട്, തൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. ആ ഫോട്ടോ എടുക്കാനായിട്ട് പോകുമ്പോൾ തൻ്റെ മുഖം മിനുക്കി ആവർത്തിച്ച് കണ്ണാടി നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ചിത്രം എടുക്കുന്ന ആളുടെ അടുക്കൽ ചെന്നാൽ അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യൻ മരണസമയമാകുമ്പോഴേക്കും ആയിത്തീരേണ്ടുന്ന അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. കാരണം ആ ചിത്രം എടുക്കാനായിട്ട് പോയി ആ ചിത്രം എടുക്കുന്ന സമയത്ത് അത് ആ ചിത്രം എടുക്കുന്ന വ്യക്തി അനങ്ങുകയോ അല്ലെങ്കിൽ അത് മുഖം തിരിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ആ ചിത്രം അത്രയും നേരം അധ്വാനിച്ചതിന് പ്രതിഫലമില്ലാതെ കലങ്ങിപ്പോകും. ആ ചിത്രം കാണാൻ കൊള്ളില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം താൻ ഒരുങ്ങിയത് മുഴുവനും ആ ചിത്രം എടുക്കുന്ന കൃത്യസമയത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആ സമയം സൂക്ഷിച്ചില്ല. അതുകൊണ്ട് ആ ചിത്രം കൊണ്ട് പ്രയോജനമില്ലാത്തതായി തീർന്നു. അത്രയും നേരത്തെ അധ്വാനം പാഴായി തീർന്നു. അത് ആ മനുഷ്യന് പ്രയോജനമില്ലാത്തതായി തീർന്നു. ഇതുപോലെയാണ് ഒരു മനുഷ്യ ജീവിതം. നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും, എത്ര കഷ്ടപ്പെട്ടിട്ടും, എത്ര മക്കളെ ജനിപ്പിച്ചിട്ടും, ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയിട്ടും അവൻ മരണസമയത്ത് അവൻ്റെ പ്രാണൻ പൂർണ്ണ സമാധാനത്തിലില്ല എങ്കിൽ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവൻ ഒന്നും നേടിയില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള മറുപടി. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പൂർണ്ണ സമാധാനത്തിൽ ശരീരം വിടാത്ത ഒരു ദേഹിയും അത് പ്രയോജനപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാവും. ദൈവത്തിന് വിലയേറിയതാണ് ആ മരണസമയം. നാം ആദ്യം പറഞ്ഞതുപോലെ ആ ചിത്രമെടുക്കുന്ന അനങ്ങാതെ മുഖമൊക്കെയും മിനുക്കി ആവർത്തിച്ച് കണ്ണാടി നോക്കി ഏറ്റവും സൂക്ഷ്മമായിട്ട് ചലനങ്ങളൊക്കെയും തന്നെ നിയന്ത്രിച്ച് ആ സമയത്ത് അനങ്ങാതിരിക്കുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ എടുക്കുന്ന ചിത്രം ശ്രേഷ്ഠമായിരിക്കും. അതേപോലെ തന്നെ ആ ചിത്രം എടുക്കാനിടയായിത്തീരും. അതുകൊണ്ട് പ്രയോജനമുണ്ട്. അത് ആ വ്യക്തിയുടെ പടം തന്നെയായിരിക്കും. ആ അത്രയും നേരത്തെ അധ്വാനത്തിന് പ്രതിഫലവും ഉണ്ടായി. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ ആ ജീവിതം, ആ പടം പ്രയോജനമില്ലാതായി തീരുന്നത് പോലെ മരണസമയമാകുമ്പോഴേക്കും പൂർണ്ണ സമാധാനം അതിലെത്തിച്ചേരണം എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ഉദ്ദേശം. പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം ഒരു ഭക്തനെ കൊണ്ടുപോകുന്നത് ആ നിലയ്ക്കാണ്. അപ്പോൾ ചിന്തിക്കും, അതിനാണോ ഈ കോലാഹലങ്ങൾ മുഴുവൻ, ജീവിതം മുഴുവനും ദാവീദ് യുദ്ധം ചെയ്തതും ഈ രക്തം ഒഴുക്കിയതും കർത്താവിന് വേണ്ടി അധ്വാനിച്ചതും ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണോ? അതെ. അങ്ങനെയെങ്കിൽ യൂദയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തൻ്റെ അധ്വാനം എല്ലാം അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണമായിരിക്കും എന്ന് വചനത്തിലുള്ളതുപോലെ ആ സമയമാകുമ്പോഴേക്കും തൻ്റെ ജീവിതത്തിൽ ജീവിച്ച ജീവിതം മുഴുവനും പാഴായി പോകത്തക്കവണ്ണം അസമാധാനത്തിൽ,
ദുഃഖത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകേണ്ടി വന്നു. ഇത് ക്രിസ്തീയ പാഠമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമുക്ക് പഠിക്കാനും ചിന്തിക്കാനുമുള്ളതും ലക്ഷ്യമിടാനുള്ളതും ഇതൊന്നു മാത്രമാണ്. കർത്താവെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നല്ലൊരു അവസാനം എനിക്ക് തരണം. നല്ലൊരു അവസാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അവസാനം എന്ന് പറയുന്നത് ദൈവഭക്തന്റെ, വിശേഷാൽ കർത്താവിന്റെ നാമം വിളിക്കപ്പെട്ടിട്ടുള്ള ദൈവജനത്തിന്റെ മരണമാണ് പ്രാണൻ ഏറ്റവും സമാധാനത്തിൽ ഉടന്നു പോകുന്നത്. 91 സങ്കീർത്തനം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാൽ അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും തുടങ്ങിയ കാര്യങ്ങൾ അതിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കുന്ന ഇന്നിപ്പോ ഈ ആരാധനയിൽ ഈ കാര്യം ചിന്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉണ്ട്, അതിന് യഥാർത്ഥത്തിൽ കാരണമുണ്ട്. പഴയ നിയമത്തിൽ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ആരാധനക്കാരന് പൂർണ്ണ സമാധാനം വരുത്താൻ സാധിക്കാത്ത യാഗങ്ങളും വഴിപാടുകളും അർപ്പിച്ചു പോകും. ആരാധന പഴയ നിയമത്തിലുമുണ്ട്. ഹാബേൽ ആരാധിച്ചതാണ്, അബ്രഹാം ആരാധിച്ചതാണ്, ദാനിയേൽ ആരാധിച്ചതാണ്, പഴയ നിയമ വിശുദ്ധന്മാരെല്ലാവരും ആരാധിച്ചതാണ്. ആരാധനയിൽ കൂടി ഉദ്ദേശിക്കുന്നത് സമാധാനമാണ്, പ്രാണന്റെ സമാധാനമാണ്. എന്നാൽ പൂർണ്ണ സമാധാനം അവർക്ക് കിട്ടിയില്ല. കാരണം അന്ന് പാപപരിഹാര യാഗം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാണന് പൂർണ്ണ സമാധാനം ലഭിച്ചിരുന്നില്ല. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പൂർണ്ണ സമാധാനത്തിനുള്ള യാത്രയാണ് ഒരു ഭക്തൻ്റേത്. അതിൻ്റെ ക്രമത്തിൽ ചില ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പഠിക്കാനിടയായി തോന്നുന്നത്, നമ്മുടെ ജീവിതം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഒരു അവസാനമുണ്ട്. ഈ ലോകത്തുനിന്ന് വിട്ടുപോകേണ്ട ഒരു സന്ദർഭമുണ്ട്. അതുകൊണ്ട് ആ വിട്ടുപോകുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ പൂർണ്ണ സമാധാനത്തിലായി തീരണം. നമ്മുടെ പ്രാണൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ഓട്ടം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി ചെയ്യേണ്ടത്, ഒന്നാമത് നമ്മുടെ പ്രാണൻ വീണ്ടെടുക്കപ്പെടണം. അവൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. രണ്ടാമത്തത്, അവന് ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കണം. മൂന്നാമത്തത്, അവനെ ആരാധിച്ച് സമാധാനം പ്രാപിക്കണം. ആരാധനയിൽ കൂടി പ്രാപിക്കേണ്ടുന്ന സമാധാനം. ആരാധനയിൽ കൂടി പ്രാപിക്കുന്ന സമാധാനത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ ഹാബേലിന്റെ പ്രാണൻ ആരാധിച്ചപ്പോൾ സമാധാനത്തിലായി. വഴിപാട് കൊണ്ടുവന്ന് ആരാധന കഴിഞ്ഞ് കായീനും ഹാബേലും മടങ്ങി. ഹാബേലിന്റെ പ്രാണൻ സമാധാനത്തിൽ മടങ്ങി. എന്താണ് അതിന്റെ കാരണം? രണ്ടുപേരും വിദ്യാഭ്യാസത്തിന് പഠിക്കാൻ പോയി. പഠിക്കാൻ പോയതിനു ശേഷം പഠിത്തം കഴിഞ്ഞ് പരീക്ഷയും കഴിഞ്ഞു. ഒരാൾ ജയിച്ചു വന്നു, ഒരാൾ തോറ്റു വന്നു. ജയിച്ചു വന്നവൻ സന്തോഷത്തോടുകൂടി വന്നു, തോറ്റു വന്നവൻ മുഖം പാടി വന്നു. ഇതുപോലെ ആരാധനയ്ക്കായിട്ട് കടന്നുപോയവൻ ഒരുവൻ പൂർണ്ണ സമാധാനത്തിൽ മടങ്ങി വന്നു, ഒരുവൻ മുഖം പാടിയവനായി മടങ്ങി വന്നു. കാരണം ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു, കായലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിന്റെ പ്രാണൻ ഇന്ന് സമാധാനത്തിലാണ്. കാരണം എന്താണെന്ന് അറിയാമോ? അവന്റെ പ്രാണൻ സംസാരിപ്പാൻ തക്കവണ്ണം ശേഷി പ്രാപിച്ചിരിക്കും. കായലിന്റെ പ്രാണൻ സംസാരിപ്പാനുള്ള ശേഷി പ്രാപിച്ചില്ല. വഴി കർത്താവ് പറഞ്ഞു കൊടുത്തതാ. നിന്റെ മുഖം വാടണ്ട, നന്മ ചെയ്യുന്നുവെങ്കിൽ നിന്നിലും പ്രസാദം ഉണ്ടാകും. അതുകൊണ്ട് നീ നന്മ ചെയ്യുക, ദൈവം നിന്നിൽ പ്രസാദിക്കും.
ഹാബേലിന്റെ പ്രാണൻ സംസാരിച്ചതുപോലെ നിന്റെ പ്രാണനും സംസാരിക്കും. പക്ഷെ അവനത് കേട്ടില്ല. അവൻ പരീക്ഷയിൽ തോറ്റവനായി, മുഖം പാടിയവനായി വീട്ടിലേക്ക് മടങ്ങി. ആരാധനയിൽ കൂടി കിട്ടുന്ന സമാധാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അവിടെ നാം കണ്ടത്. ഇതുപോലെ പുതിയ നിയമത്തിലും എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ അരുളി ചെയ്ത കർത്താവ് തൻ്റെ സഭയെക്കുറിച്ചും ഇപ്രകാരം തന്നെയാണ് ചിന്തിക്കുന്നത്. അവർ ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവരുടെ പ്രാണൻ ഹാബേലിന്റെ രക്തം സംസാരിച്ചതുപോലെയല്ല, പിന്നെയോ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സംസാരിച്ചതുപോലെ തന്നെ സംസാരിക്കാൻ ശേഷിയുമായിട്ട് നമ്മളിവിടെ നിന്ന് മടങ്ങിയാൽ ഇന്ന് നമുക്ക് പ്രാണന്റെ സമാധാനമാണ്. ഇതൊക്കെ ഒരു ഘട്ടങ്ങളാണ്. ഇനി ഇതെല്ലാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം മരണസമയമാകുമ്പോഴേക്കും പൂർണ്ണ സമാധാനം. ശിമയോൻ പറഞ്ഞ പോലെ, ഇപ്പോൾ നാഥ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ പൂർണ്ണ സമാധാനം നമുക്ക് ഇവിടുന്ന് പോകണം. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നാം ഈ ചെയ്യുന്നത് മുഴുവൻ. നമ്മുടെ വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ചിന്ത, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കും. എന്തിനാ? നമ്മളെല്ലാം ഒരു ദിവസത്തെ കണ്ടുകൊണ്ടാണ്. പകൽ മുഴുവനും അധ്വാനിക്കുന്നവൻ ദാസന്മാരെ കണ്ട് യജമാന്റെ കയ്യിലേക്ക് എന്നതുപോലെ തന്നെ വൈകിട്ട് നേരം ആകുമ്പോൾ, 5 മണി കഴിയുമ്പോൾ, പണി നിർത്തുമ്പോൾ എൻ്റെ കയ്യിലേക്ക് ഞാൻ അധ്വാനിച്ചതിൻ്റെ കൂലി കിട്ടും എന്നുള്ള ആശയോടുകൂടി അധ്വാനിക്കുന്നത് പോലെ ക്രിസ്തീയ ജീവിതത്തിൽ ഒറ്റ അധ്വാനം മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നത് സകലതും സുവിശേഷ നിമിത്തം ചെയ്യുന്നതെന്ന് വചനത്തിലുള്ളതുപോലെ, ഇതാ ഒരു ദിവസം ഞാൻ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി ഒരു നല്ല അവസാനം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ, ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അധ്വാനങ്ങൾ മുഴുവനും. അതിനുവേണ്ടി തന്നെയാണ് ഈ ആരാധന. അതുകൊണ്ട് നാം ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവരും ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ആ മഹാദിവസത്തെ കണ്ടുകൊണ്ട്, മറ്റുള്ളവർക്ക് അത് ബാധകമല്ല. ഈ ഘട്ടമെന്ന് ഓരോരുത്തർ തരണം ചെയ്യേണ്ടതാണ്. ഈ ലോകത്ത് നിന്ന് കടന്നു പോകും. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകും. യോശുവ പറഞ്ഞതുപോലെ, ഞാൻ സകല മനുഷ്യരുടെയും വഴിയായി പോകും. എല്ലാവരും ഇവിടുന്ന് പോയേ പറ്റൂ. ആ സമയം ആകുമ്പോഴേക്കും നമ്മളിന്ന് ഓർക്കാനുള്ളത്, അന്ന് നമ്മൾ ഇവിടം വിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളത്, ഞാൻ പ്രാപിച്ചെടുത്ത സമാധാനം, ഞാൻ ആരാധനയിൽ കൂടി പ്രാപിച്ചെടുത്ത സമാധാനം. ദൈവമേ, അത് എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതുമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 99-ാമത്തെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്, യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. ജാതികൾ വിറയ്ക്കുന്നു, പിശാച് വിറയ്ക്കുന്നു. ദൈവഭക്തന്മാർ ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നു. വിറയലോടെ അവന് സേവ ചെയ്യുവീൻ. ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിശാച്. ഒരാൾ വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരാള് വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു അധികാരിയെ കാണുമ്പോൾ അതിന് ഒരു പ്രജ വിറയ്ക്കുന്നു. എന്തെന്നാൽ ആ അധികാരിയുടെ അടുത്ത് എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ അവനെ ബഹുമാനിക്കണം, എത്രത്തോളം അവനെ ബഹുമാനിക്കണം, ഇതൊന്നും വ്യക്തമായ ഒരു നിർദ്ദേശം അവന്റെ തലച്ചോറിൽ നിന്ന്, തലയായവെന്ന് ശരീരമൊക്കെ ഉദവി പ്രാപിക്കുന്നു അതിനകത്തുള്ളതുപോലെ, തലയിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശമില്ലാതെ വരുമ്പോഴാണ് വിറച്ചു പോകുന്നത്. എന്ത് ചെയ്യണമെന്നുള്ള
വ്യക്തമായ ഒരു നിർദ്ദേശം അവന്റെ ഉള്ളിൽ വരുന്നില്ല. കാരണം ഭ്രമിച്ചു പോകുന്നു, വിറച്ചു പോകുന്നു. ഇതുപോലെയാണ് ദൈവം ഏകനെന്ന് പറയുമ്പോൾ, ഏകസത്യ ദൈവം എന്ന് പറയുമ്പോൾ പിശാച് വിറച്ചു പോകും. അതിന്റെ കാരണം എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ടുള്ളൊരു അറിവ് അവനില്ല. ഭ്രമിച്ചു പോയി. ദൈവം ഉണ്ടെന്നറിയാം, അവൻ ഏകനാണെന്നും അറിയാം, അവന്റെ ശക്തി എന്താണെന്നും അറിയാം. എന്നാൽ താൻ കുറ്റവാളിയാണ്. അവന് മുമ്പാകെ താൻ തെറ്റുകാരനാണെന്നും അവനറിയാം. അവൻ ആ സമയത്ത് ദൈവം ഏകനെന്ന് വിശ്വസിക്കുമ്പോൾ, അറിയുമ്പോൾ, കേൾക്കുമ്പോൾ അവൻ വിറച്ചു പോവുകയാണ്. ഇതാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് അവനെ ആരാധിക്കുന്ന ജനവും. ദൈവത്തെ ആരാധിക്കുന്ന ജനവുമുണ്ട്, ദൈവത്തിന്റെ എതിരാളിയായ പിശാചിനെ ആരാധിക്കുന്ന ജനവുമുണ്ട്. എതിരാളിയായ പിശാചിനെ ആരാധിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിലും ഇവൻ തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനത്തിൽ ദൈവം വാഴുന്നു, പിശാചിന്റെ ജനത്തിൽ അവനും വാഴും. ദൈവം ഏകനെന്ന് വിശ്വസിക്കുമ്പോൾ പിശാച് വിശ്വസിച്ച് വിറയ്ക്കുന്നു. അതുപോലെ തന്നെ ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ജനം ധൈര്യത്തോടെ നിൽക്കുമ്പോൾ ജാതികളായ പിശാചിന്റെ സന്തതികളും പിശാചിന്റെ സ്വാധീനമുള്ള, പിശാച് വസിക്കുന്നതുമായ ഹൃദയമുള്ള ജീവിതങ്ങൾ അവര് വിറയ്ക്കുന്നു. അതുകൊണ്ട് ലോകത്തിൽ മനുഷ്യർക്ക് ചെയ്യാനുള്ളത് എന്തെന്നുള്ള ചോദ്യത്തിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പക്ഷക്കാരായി തീർന്ന് ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിന്റെ പക്ഷക്കാരായി ദൈവത്തെ ഉൾക്കൊള്ളുന്നവരായി ഒരു മനുഷ്യൻ ആയിത്തീർന്നാൽ അവന് വിറയ്ക്കേണ്ട കാര്യമില്ല. അവന് വിറയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അവൻ ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലുമാണ് വിറയ്ക്കുന്നത്. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? എന്റെ കൈ ഇതൊക്കെ ഉളവാക്കി. അങ്ങനെയാണ് ഇതൊക്കെ ഉളവായി തീർന്നത്. പിന്നെ നിങ്ങൾ എനിക്ക് ആലയം എങ്ങനെ പണിയും? പക്ഷേ അരിഷ്ടനും മനസ്സ് താർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ കടാക്ഷിക്കും. വചനത്തിൽ വിറയ്ക്കുന്നുവെങ്കിൽ അവനെ കടാക്ഷിക്കും. അവനെ ദൈവം തന്റെ മന്ദിരമാക്കി തീർക്കും. അവനിൽ ദൈവം വസിക്കും. അവനെ ദൈവം വാഴും. അങ്ങനെയുള്ളവന്റെ മുമ്പിൽ ജാതികൾ വിറയ്ക്കും, ഭയപ്പെട്ടു പോകും. ജാതികളുടെ അനുഭവം എന്ന് പറയുന്നത് അത്രമാത്രം വിറയൽ ഉളവാക്കുന്നതായിത്തീരും. ഇത് സകല ജാതികളും യഹൂദനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഇസ്രായേലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വിശ്വാസിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും. കാരണം ഇവരിൽ വാഴുന്നത് ദൈവം തന്നെയാണോ എന്നുള്ളത് സദാസമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമാണ് വാഴുന്നതെങ്കിൽ ജാതികൾ വിറയ്ക്കും, പിശാച് വിറയ്ക്കും. കർത്താവായ യേശു ഒരിക്കൽ ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ ആ പുറത്താക്കപ്പെടുന്ന പൈശാചി ശക്തി പ്രകാരം പറഞ്ഞു, പാതാളത്തിലേക്ക് പോകാൻ കൽപ്പിക്കരുതേ. അപ്പൊ യേശു പറയുകയാണ്, പാതാളത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോകണം. അവൻ വിറയ്ക്കുക, ജാതികൾ വിറയ്ക്കുകയാണ്. ദൈവത്തിന്റെ ജനം ദൈവത്താൽ
ഭരിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവത്താൽ നടത്തപ്പെടുന്നുവെങ്കിൽ, ഇന്ന് ദൈവജനത്തിനുണ്ടാകുന്ന സകല പ്രതിസന്ധികളും പോവാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിക്കും. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. ആരും ഓടിക്കണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് കീഴടങ്ങിയാൽ മാത്രം മതി. ദൈവത്തിന് കീഴടങ്ങിയാൽ, ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അവന്റെ വചനത്തിൽ വിറച്ചാൽ മതി. അവന് ദൈവം വാഴും. അവന്റെ വചനത്തിൽ വിറയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ ദൈവം അവനിൽ വാഴും. ഇങ്ങനെ വാഴുമ്പോൾ ശത്രുക്കൾ വിറയ്ക്കും. അവൻ ദൈവത്തിന് കീഴടങ്ങിയത് കൊണ്ട് പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറച്ച് ദൈവത്തിന് കീഴടങ്ങുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്ന് ജാതികൾ ഓടിപ്പോകും, പൈശാചിക ശക്തികൾ ഓടിപ്പോകും. കാരണം അവനിൽ വാഴുന്നത് ദൈവമാണ്, അവനിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ദൈവം വാഴുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തിരുമുഖം അവന്റെ മേൽ ഉയർന്നിരിക്കും, തിരുമുഖം അവന്റെ മേൽ പ്രകാശിക്കും. കർത്താവ് അവനെ അനുഗ്രഹിച്ച് വഴി നടത്തും. ഇന്ന് നമുക്ക് ഒരു കാര്യങ്ങളുമല്ല വേണ്ടത്, പിന്നെയോ ദൈവം നമ്മിൽ വാഴുന്നുവെന്ന് ഉറപ്പുറാകുവാൻ തക്കവണ്ണം അരിഷ്ടത എന്ന് പറഞ്ഞാൽ തൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധം, തകർന്ന മനസ്സ്, വചനത്തിങ്കൽ വിറയ്ക്കുന്ന അനുഭവം, ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നിശ്ചയം ദൈവം നമ്മെ വാഴും, ദൈവം നമ്മെ വാഴും. ഇത്രയുമുള്ളവൻ പിശാചിനോട് എതിർത്ത് വന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവുകയും ചെയ്യും. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ നീക്കി, പാപത്താൽ വന്ന